അരിവും ദശകം 22 ശ്ലോകം 3. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാം പുരാമനാക്തു സ്മൃതിവാസനാബലാത് ജുഹാവനാരായണ നാമകം സുതം. പദച്ഛേദം ചെയ്ത് നോക്കാം. സഹ മൃത്യുകാലേ യമരാജകിങ്കരാൻ. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീൻ അഭിലക്ഷയൻ ഭിയാ. ഭയങ്കരാം സ്ത്രീൻ അഭിലക്ഷയൻ ഭിയാ. അതാണ് ഭയങ്കരാൻ ത്രീൻ. അത് ഒരുമിച്ച് വരുമ്പോഴാണ് ഭയങ്കരാം സ്ത്രീൻ. ഭയങ്കരാം സ്ത്രീൻ, അത് ശ്രദ്ധിച്ചോണം. ഭയങ്കരാം സ്ത്രീൻ അഭിലക്ഷയൻ ഭിയാ. ഒരുമിച്ച് പറയുമ്പോൾ ഭയങ്കരാം സ്ത്രീൻ അഭിലക്ഷയൻ ഭിയാ പുരാ മനാഹ് ത്വത് സ്മൃതി വാസനാ ബലാത്. പുരാമനാക് ത്വത് സ്മൃതി വാസനാ ബലാത് ജുഹാവ നാരായണ നാമകം സുതം. ജുഹാവ നാരായണ നാമകം സുതം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വ സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 2 എന്താ നമ്മൾ പറഞ്ഞത്? ആ അജാമിളൻ്റെ ഏറ്റവും ഇളയ പുത്രനായ ആ നാരായണനോട് അജാമിളന് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശ്ലോകം 3 എന്താ പറയുന്നത്? സഹ മൃത്യുകാലേ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ ഭിയാ. സഹ എന്ന് പറഞ്ഞാൽ അയാൾ എന്ന് പറഞ്ഞാൽ ഈ അജാമിളൻ മൃത്യുകാലേ മരിക്കാറായപ്പോൾ ഭയങ്കരാൻ ആ ഭയങ്കരാകൃതികളായ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ ഭിയ. ത്രീ എന്ന് പറഞ്ഞാൽ 3 യമരാജകിങ്കരാൻ അഭിലക്ഷയൻ. ആ 3 കാലദൂതന്മാരെ കണ്ട് ഭിയ പേടിച്ച്. അപ്പം സ മൃത്യുകാലേ ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ അഭിലക്ഷയൻ ഭിയ. അങ്ങനെ അയാൾ മരിക്കാറായപ്പോൾ ഭയങ്കരാകൃതികളായിട്ടുള്ള 3 കാലദൂതന്മാരെ കണ്ട് പേടിച്ചിട്ട് പുരാമനാഖ് ത്വത്. പുരാ പണ്ട്, മനാഖ് എന്ന് വെച്ചാൽ കുറച്ച് ഈ ഭഗവത് സ്മരണ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പുരാമനാഖ് ത്വത് സ്മൃതി വാസനാ ബലാത്. ത്വത് സ്മൃതി വാസനാ ബലാത്. അപ്പം മനസ്സിൽ അതാണ് പറഞ്ഞത്. പുരാമനാഖ് പണ്ട് കുറച്ചു കാലം മുമ്പ് ഭഗവത് സ്മരണ ഉണ്ടായിരുന്നത് കൊണ്ട് ഉണ്ടായ ആ വാസനാബലത്താൽ നാരായണനാമകം സുതം ജുഹാവ. നാരായണനാമകം, നാരായണനെന്നുള്ള ആ പേരുള്ള, ആ നാരായണൻ എന്നു പേരുള്ള സുതം മകനെ ജുഹാവ പേരെടുത്തു വിളിച്ചു. മരിക്കാറായപ്പോൾ അവനെ പേരെടുത്ത് വിളിച്ചു. അവൻ്റെ പേരെന്താണ്? നാരായണ. അപ്പോൾ അങ്ങനെ അവൻ്റെ പേര് നാരായണ എന്നുള്ള പേര് എടുത്തു വിളിച്ചു. അപ്പോൾ ആ അജാമിളൻ്റെ മരണസമയം അടുത്തു വന്നപ്പോഴേക്കും അദ്ദേഹത്തെ സമീപിച്ച ആ ഭയങ്കര രൂപികളായിട്ടുള്ള 3 ആ യമകിങ്കരന്മാരെ കണ്ട് പേടിച്ചിട്ട് ഈ അജാമിളൻ ചെറുപ്പകാലത്ത് കുറച്ച് നാൾ ചെയ്ത ആ ഭഗവത് ഉപാസനത്തിൻ്റെയൊക്കെ ആ വാസനാശക്തി നിമിത്തം നാരായണൻ എന്നു പേരുള്ള ആ തൻ്റെ മകനെ നാരായണ നാരായണ എന്നു തന്നെ അങ്ങുറക്കെ വിളിച്ചുവല്ലോ. ഇതൊക്കെ കൊണ്ടാണ് പണ്ടുള്ള കാലത്ത് പേരിടുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് പേരിടുന്ന മിക്കവാറും ഉള്ളവരെല്ലാം ഭഗവാന്റെ നാമങ്ങളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. കൃഷ്ണ, നാരായണ, ഗോവിന്ദ. പിന്നെ പെൺകുട്ടികൾക്കാണ് സരസ്വതി, ലക്ഷ്മി, പാർവതി. മരണകാലത്ത് ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കണേ, മോളെ ലക്ഷ്മി അല്ലെ മോളെ പാർവതി ഇച്ചിരി വെള്ളം കൊണ്ടുപോവാ, അല്ലെ കൃഷ്ണ, നാരായണ ഇച്ചിരി വെള്ളം താ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അത് കേൾക്കും.
സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം സ്ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്തു സ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം.